بسم الله الرحمن الرحيم فؤادي بخير المرسلين مولع فؤادي بخير المرسلين مولع وأشرف ما يحلو لسمعي ثناؤه رقى في العلا. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. على النبي ذريعتي وهم إلي وسيلتي أرجو بهم أعطى غدا بيد اليمين صحيفتي. സർവാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കാരുണ്യം നിറഞ്ഞ വിശുദ്ധമായ റമദാനിൻ്റെ രാത്രിയിൽ ഇസ്ലാമിക വിജ്ഞാനം പറയുന്നതിനും അറിയുന്നതിനും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതവും ചരിത്രവുമാണ് നാം പറഞ്ഞു വന്നത്. ഇന്നലെ അവസാനിപ്പിക്കണമെന്നായിരുന്നു ആദ്യം നാം ലക്ഷ്യം വെച്ചത്. ഇന്നുകൂടി അത് തുടരണമെന്ന് വിഷയത്തിന്റെ വ്യാപ്തി നമ്മെ നിർബന്ധിച്ചു. ഇന്നും അത് പരിമിതപ്പെടുത്താൻ പറ്റാത്ത വിധം വിശാലമാണെങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് തൽക്കാലം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള അവിടുത്തെയുടെ ജീവിതത്തെ സ്പർശിച്ചുകൊണ്ടുള്ള അധ്യായങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത് അലങ്കാരത്തിനു വേണ്ടി പറഞ്ഞതല്ല. ഇന്ന് ഏകദേശം ഈ വിഷയം സമാപ്തി കുറിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നത് തന്നെ ഒരുപാട് അധ്യായങ്ങൾ എൻ്റെ വിഷയത്തിൽ കടന്നു വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിസ്സഹായത കൊണ്ട് മാത്രം മാറ്റിവെക്കുകയാണ്. അത്രയും വിശാലമായ ചരിത്രവും വിശദീകരണവും ഉൾക്കൊള്ളുന്നതാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. വൈജ്ഞാനിക ലോകത്തെ ചക്രവർത്തിയായി
ശേഷമുള്ള കാലഘട്ടങ്ങളെ മുഴുവനും വിജ്ഞാനത്തിന്റെ നിറസാന്നിധ്യമായി, വിജ്ഞാനത്തിന്റെയും ധിഷണയുടെയും ആധ്യാത്മിക ജീവിതത്തിന്റെയും ഹദീസ് പ്രചാരണത്തിന്റെയും ആഗോള ഇസ്ലാമിക സാന്നിധ്യമായി നിലകൊണ്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെയുടെ ജീവിത സഞ്ചാരങ്ങളിലൂടെയാണ് നാം കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ഇറാഖിലെ സാന്നിധ്യവും അവിടുത്തെ ഇസ്ലാമിക സേവനങ്ങളുമാണ് ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത്. ബഹുമാനപ്പെട്ടവർ ഇറാഖിൽ കേവലമായ ഒരു ഔദ്യോഗിക വൃത്തിയിൽ മാത്രമല്ല, പരിശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ പ്രചരണത്തിനും അതിന്റെ സാരഥ്യത്തിനും ആവശ്യമായതെല്ലാം ബഹുമാനപ്പെട്ടവർ അവിടെ നിർവഹിക്കുകയും വ്യക്തിപ്രഭാവം കൊണ്ട് ലോകത്ത് മുഴുവനും അവിടുത്തെ ശ്രുതി പരക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട യഹ്യ ബിൻ മുഈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേഴ്സണാലിറ്റി പറഞ്ഞാൽ, ലൗ കാനൽ കദിബു മുബാഹൻ, അവിടുന്ന് കള്ളം പറയൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നെങ്കിൽ പോലും ലകാനത് മുറുഅത്തുഹു ശാഫിഈ, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മാന്യത തംനഉഹു അൻ യക്ദിബ്, കളവ് പറയാൻ അനുവദിക്കുമായിരുന്നില്ല. ഒരുപക്ഷേ കള്ളം പറയൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് അത് പറയാൻ കഴിയില്ലായിരുന്നു. അത്രയും നിർമ്മലമായ ഒരു വ്യക്തിത്വമാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. മാത്രമല്ല, ആധുനിക യുഗത്തിൽ ഇജ്തിഹാദിന്റെയും ഇസ്ലാമിക ഗവേഷണത്തിന്റെയും അവകാശവാദങ്ങൾ ഉന്നയിച്ചു വരുന്ന പുതിയ വീക്ഷണക്കാരോട് ഇമാമുകളുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാരണം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യന്മാരെ എണ്ണിയാൽ അവരെല്ലാവരും ഈ കാലഘട്ടത്തിലെ മുഴുവൻ വൈജ്ഞാനിക കേസരികളെയും മുഴുവനായും അതിജയിക്കുവാനുള്ള വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു. ഇബ്രാഹിം ബിൻ ഖാലിദ് അബൂ സൗർ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. 50 വർഷം പരിശുദ്ധമായ ഹദീസിന്റെ സേവനവുമായി ലക്ഷക്കണക്കിന് ഹദീസ് കൈകാര്യം ചെയ്ത മഹാനായ പണ്ഡിതൻ. ബഹുമാനപ്പെട്ട ഇമാം അൽ ഇസ്ഫറായിനി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ശിഷ്യനാണ്. പക്ഷേ ആ ഇമാമുൽ ഇസ്ഫറായിനി ആരാണ് എന്ന് ചരിത്രത്തിൽ പരിശോധിച്ചാൽ ഇമാം ബുഖാരി, ഇമാം നസായി, ഇബ്നു മാജ അഥവാ 6 ഹദീസ് പ്രാമാണികമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഒഴികെയുള്ള 5 ഹദീസ് സമാഹർത്താക്കളുടെയും ഗുരുവര്യരാണ് ഇമാമുൽ ഇസ്ഫറായിനി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഇമാമുൽ കറാബീസി ലോകപ്രസിദ്ധമായ പണ്ഡിത നേതൃത്വമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഖാലിദ് അൽ ഖല്ലാൽ, ബഹുമാനപ്പെട്ട ഇമാം അബൂ ജഅഫർ അർ-റാസി ഇബ്നു സുറൈദ്, അവരും സ്വഹീഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അഥവാ ലോകപ്രസിദ്ധമായ 6 ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ 4 ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളുടെയും ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇബ്നു സുറൈദ് റളിയല്ലാഹു അൻഹു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇമാമുകളുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായ ഇമാം ബുഖാരിയെയും ഇമാം മുസ്ലിമിനെയും പോലെയുള്ള പണ്ഡിതന്മാരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹദീസോ 2 ഹദീസോ പഠിച്ച് അതിന്റെ എത്രയോ മടങ്ങ് വലിപ്പവും ഗാംഭീര്യവുമുള്ള ഇജ്തിഹാദിന്റെ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യുന്ന വിപരീത ലോകത്താണ്, വൈപരീത്യം ഉൾക്കൊള്ളുന്ന ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക ലോകത്തിലെ ഇജ്തിഹാദ് വാദികളുടെയും അതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികളുടെയും
അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഇമാമുകളെക്കുറിച്ചുള്ള ഒരു അവബോധവും അവർക്കില്ല എന്ന് ചരിത്രം നേരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. മഹാന്മാരായ ഇമാമുമാരുടെ നീതിബോധം, അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ വൈജ്ഞാനികമായ അർഹത, അവരുടെ ദിഷണാപരമായ വ്യാപ്തി, ഇതൊന്നും ഉൾക്കൊള്ളാതെയാണ് നവലോകത്തെ നവീനവാദികൾ ഇസ്ലാമിന്റെ മഹനീയമായ ആത്മാവിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്റെ ഈ വിഷയത്തിന്റെ അന്വേഷണത്തിന്റെയും ഭാഗം അവരെക്കുറിച്ച് ഒരു തുലന പഠനത്തിനു വേണ്ടി അല്ലാത്തതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെ ബഗ്ദാദിൽ എല്ലാവരുടെയും വിലാസം നേടി ആത്മാഭിമാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനി മക്കയിലേക്ക് മടങ്ങാം. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മദീന വഴി മക്കയിലേക്ക് തിരിക്കുന്നു. അപ്പോഴും മഹാന്മാരായ ശിഷ്യഗണങ്ങളിൽ പല ആളുകളും ഇമാം അവറുകളോടൊപ്പം മക്കയിലേക്ക് തന്നെ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അതുപോലെ അയിമ്മത്തുകളുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ ശിഷ്യന്മാരുമായി ഗൗരവതരമായ ചർച്ചകളും ആത്മാർത്ഥമായ സ്നേഹവും അതുപോലെ തന്നെ ഹൃദയബന്ധവും നിലനിർത്തിയിരുന്ന ഛേദോഹരമായ രംഗങ്ങൾ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ആ കൂട്ടത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും അടുത്ത സ്നേഹമുള്ള ശിഷ്യനായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ശിഷ്യൻ. ഒരിക്കൽ രോഗിയായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഫഅദഹു ശാഫിഈ, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ വേണ്ടി പോയി. മരിദൽ ഹബീബ് ഫഅത്തുഹു ഫമരിൽതു മിൻ ഹദരി അലൈ വഅതൽ ഹബീബ് യഊദുനി ഫബരിഅതു മിൻ നദരി ഇലൈ. എന്റെ ആത്മമിത്രത്തിന് രോഗമായി, ഞാൻ സന്ദർശിക്കാൻ പോയി. അപ്പോൾ ആത്മമിത്രത്തെ എന്റെ രോഗം കണ്ടപ്പോൾ എനിക്കും രോഗമായി. രോഗം മാറിയിട്ട് കൂട്ടുകാരൻ എന്നെ കാണാൻ വന്നു. ആരോഗ്യദൃഢഗാത്രനായി നിൽക്കുന്ന കൂട്ടുകാരനെ കണ്ടപ്പോൾ എന്റെ രോഗവും മാറി എന്നർത്ഥമുള്ള സമാനമായ വരികൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗമായി കിടന്നപ്പോൾ കാണാൻ പോയപ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗിയായി പോയി. മരിദൽ ഹബീബ് ഫസുർതുഹു ഫമരിൽതു മിൻ അസഫി ഇലൈ എന്ന് പറഞ്ഞുകൊണ്ട് സമാനമായ വരി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിലുള്ള പ്രണയത്തെക്കുറിച്ച് മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നിറഞ്ഞ മഹാന്മാരായ ശിഷ്യന്മാരോടൊപ്പം നല്ല നിലയിൽ ഇസ്ലാമിക വൈജ്ഞാനിക ചക്രവാളത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു ശിഷ്യനുമില്ലെങ്കിലും എടുത്തു പറയാവുന്ന ചരിത്രത്തിലെ മഹാത്മാവായ ഇമാം അഹ്ലുസ് സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു ലോകപ്രസിദ്ധരായ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അവിടുത്തെയുടെ വാചകങ്ങൾ മാത്രം മതി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറിയാൻ. അതുമാത്രം പറഞ്ഞാൽ ഇന്നെന്റെ പ്രഭാഷണത്തിന്റെ സിംഹഭാഗവും അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ഇമാമുൽ ബൈഹഖി, ഇമാമുർ റാസി പോലെയുള്ള മഹാന്മാർ അവരുടെ രചനകളിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്ന അഭിപ്രായങ്ങൾ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന വിശദീകരണങ്ങൾ നിരവധി നിവേദനങ്ങൾ വഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവിടുത്തെ ജീവിതത്തിൽ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുമായി നിലനിൽക്കുന്ന ബന്ധം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഫളൽ അൽ ബസ്സാർ നിവേദനം ചെയ്യുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഞാൻ ഹജ്ജിന് വേണ്ടി പോയി. വനസൽനാ ഫീ മക്കാൻ വാഹിദിൻ ബിമക്ക, മക്കയിൽ ഞങ്ങൾ ഒരേ സ്ഥലത്താണ് താമസിച്ചത്. അവിടുന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു രാവിലെ തന്നെ പുറപ്പെട്ടു. ഫസല്ലൈതു സുബ്ഹ, ഞാൻ സുബ്ഹി നിസ്കരിച്ചിട്ടാണ് എന്റെ ഇടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വിട്ടത്. ثم خرجت اطلب احمد, ഞാൻ അഹ്മദ് ബിൻ ഹംബലിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഫീ മജ്ലിസ് ഇബ്നു ഉയൈന, ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് അവിടെ നടക്കുന്നുണ്ട്. അവിടെ പോയി നോക്കിയിട്ട് കണ്ടില്ല. ഫമാ വജത്തുഹു ثم തുഫ്തു ഫമാ വജത്തുഹു, പിന്നെയും ഞാൻ അവിടെ നടക്കുന്ന ദർസുകളിലെല്ലാം പരിശോധിച്ചു നോക്കി, കാണാനില്ല.
പിന്നെയും അന്വേഷിച്ചു നോക്കി കാണാനില്ല. അപ്പോഴതാ ഒരാളുടെ അടുക്കൽ നിൽക്കുന്നു. അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുടെ അടുക്കലാണ് നിൽക്കുന്നത്? യാ അബാ അബ്ദില്ലാ തറക്ത ബനി ഉയൈനത വഇൻദഹു റിവായ അനി സുഹരി. അവിടുന്ന് സുഹരിയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസിന്റെ നിവേദനം നടത്തുന്ന ഇബ്നു ഉയൈനയെ പോലെയുള്ള ആളുകൾ ഇവിടെയുണ്ടല്ലോ. വഅൻ ജംഇ മിനത് താബിഈൻ, താബിഈങ്ങളുടെ ഒരുപാട് പ്രമുഖന്മാരിൽ നിന്ന് ഹദീസ് നിവേദനം ചെയ്യുന്ന ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ഈ മജ്ലിസിലുള്ളപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഫഖാല ലി അഹ്മദ് ബിൻ ഹംബൽ, അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ഫഇൻ ഫാതക, അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ അഖ്ലു ഹാദൽ ഫതാ, ഈ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ ബുദ്ധി അവിടുന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഫഇന്നി അഖാഫു അല്ലാ തജിദഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതിന് സമാനമായത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാ റഅയ്തു അഹദൻ, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല പരിശുദ്ധമായ ഖുർആനിൽ ഇത്രയും ദൈക്ഷണികമായി കൈകാര്യം ചെയ്യുകയും ഔദ്യോഗികമായി വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. മിൻ ഹാദൽ ഫതൽ ഖുറശി, അവിടുന്ന് ഖുറൈശിയായ ഈ യുവ പണ്ഡിതനേക്കാൾ ആധികാരികമായി മതം കൈകാര്യം ചെയ്യുകയും ഖുർആനിക വീക്ഷണത്തെ വിശദീകരിച്ചു തരികയും ചെയ്യുന്ന ഒരാളെയും നമുക്ക് കാണാനില്ല. ഖുൽതു, ഞാൻ ചോദിച്ചു അഹ്മദ് ബിൻ ഹംബലിനോട്, മൻ ഹുവ, അതാരാണ്? ഖാല മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ, മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടേണ്ട വൈജ്ഞാനിക രത്നങ്ങൾ ലഭ്യമാകാതെ പോയാൽ അതിന് പകരമായി ഒരാളെയും നമുക്ക് കിട്ടുകയില്ല. അവിടുന്ന് ഒരാളും അവിടുന്ന് മഷിയും മഷിക്കുപ്പിയും തൊട്ടിട്ടില്ല. ഇല്ല വലിശ്ശാഫിഈ, ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഒരു കടപ്പാടില്ലാതെ, ഒരു മിന്നത്തില്ലാതെ ഒരാളും പെന്നും കടലാസും എടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനിയും നിരവധി നിവേദനങ്ങൾ കാണാം. ബഹുമാനപ്പെട്ടവരുടെ മകൻ സ്വാലിഹ് ബിൻ അഹ്മദ് പറയുന്നു, ജാ അശ്ശാഫിഈ യൗമൻ ഇലാ അബി, ഒരു ദിവസം എന്റെ വാപ്പയായ ശിഷ്യനെ കാണാൻ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന ഉസ്താദ് വന്നു. യഊദുഹു, രോഗസന്ദർശനത്തിന് വേണ്ടി. ഫവസബ ഇലൈഹി അബി, എന്റെ വാപ്പ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. വഖബ്ബല മാ ബൈന ഐനൈഹി, എന്നിട്ട് അവിടുത്തെയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തു. ثم اجلسه في مكانه, സ്വന്തം ഇരിപ്പിടത്തിലേക്ക് അവിടുന്ന് ആദരപൂർവ്വം ഇരുത്തി. എന്നിട്ട് കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാമവകൾ തിരിച്ചു പോയപ്പോൾ അഖദ അബീ ബിരികാബിഹി വമശാ മഅഹു, അതിന്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് എന്റെ വാപ്പ, രോഗിയായ എന്റെ പിതാവ് കുറച്ചു നേരം നടന്നു. ഫവലഗ യഹ്യ ബിൻ മുഈൻ, അപ്പോഴതാ യഹ്യ ബിൻ മുഈൻ വരികയാണ്. അദ്ദേഹം പറയുന്നു, യാ സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്. ലിമ ഫഅൽത ദാലിക, എന്തിനാണ് നിങ്ങൾ ഈ ഇമാം ശാഫിഈയുടെ മൃഗത്തിന്റെ കടിഞ്ഞാണം പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഉടനെ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഇന്നി റഅയ്തു യാ അബാ സക്കരിയ, അല്ലയോ അബൂ സക്കരിയ, ലൗ മശൈത മിനൽ ജാനിബിൽ ആഖിരി ലൻ തഫഅത ബിഹി, ഞാൻ അവിടുന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മൃഗത്തിന്റെ ഒരു ഭാഗത്തുകൂടിയാണ് നടന്നെങ്കിൽ, അതിന്റെ മറ്റേ ഭാഗത്തുകൂടെ നിങ്ങൾ നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രയോ ഉപകാരങ്ങൾ ലഭിക്കുമായിരുന്നു. മൻ അറാദൽ ഫിഖ്ഹ ഫൽയശും സനബ ഹാദിഹിൽ ബഗ്ല, ആർക്കെങ്കിലും കർമ്മശാസ്ത്രത്തിന്റെ അതീവ തലങ്ങളെ ലഭ്യമാകണമെങ്കിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മൃഗത്തിന്റെ വാല് ചുംബിച്ചുകൊള്ളുക, എന്നാൽ നിങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ ഭണ്ഡാരം കിട്ടും. അത്രയും വലിയ മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇനിയും ഏകദേശം ക്രോഡീകരിക്കുമ്പോൾ 35ഓളം പ്രസക്തമായ ഉദ്ധരണികൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെയും പറയുകയാണ്, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുമ്പോൾ, അപ്പൊ ഹംബലി ഇമാം റളിയല്ലാഹു അൻഹുവിന് നിസ്കാരത്തിന് ശേഷം ദുആ ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരാളെയും ഞാൻ അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ വഇന്നീ ലഅദ്ഉല്ലാഹ ലഹു ഫീ അദ്ബാരി സ്വലാത്തി,
എന്റെ നിസ്കാരത്തിന്റെ ശേഷം ഞാൻ ദുആ ചെയ്യാറുണ്ട്. അവിടുന്ന് ഞാൻ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകമായി ഞാൻ പരിഗണിക്കും, അല്ലാഹുമ്മ ഗഫിർലി വലി വാലിദയ്യ വലി മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ, ബഹുമാനപ്പെട്ട ഇദ്രീസ് ബിൻ അഹ്മദ് മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈക്കും എന്റെ മാതാപിതാക്കൾക്കും എനിക്കും പുറത്തു തരണേ അല്ലാഹ് എന്നൊരൊറ്റ ശ്വാസത്തിൽ ഞാൻ മഹാനവർകൾക്ക് വേണ്ടി കൂടി ദുആ ചെയ്യുമായിരുന്നു. അതുപോലെ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയോടൊപ്പം അവിടുന്ന് മക്കയിലേക്ക് ചെന്നാൽ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി പറയുകയാണ്, മക്കയിലുള്ള ഒരു 10 തവണയൊന്നും അല്ല എന്നെ അവിടുന്ന് വിളിച്ചു കൊണ്ടുപോകും അഹ്മദ് ബിൻ ഹംബൽ. എന്നിട്ട് പറയും, ഞാൻ ഒരാളെ കാണിച്ചു തരാം, മാ റഅത് ഐനാക മിസ്ല, അതിന് തുല്യരായി ഒരാളെയും നിങ്ങൾ ലോകത്ത് കണ്ടിട്ടുണ്ടാകില്ല. ഫഅഖദ ബിയദി വഔഖഫനി അല ശാഫിഈ, എന്നിട്ട് എന്നെ ഷാഫി ഇമാമിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വിശദീകരിക്കും, അശ്ശാഫിഈ ഫൽസൂഫുൻ ഫീ അർബഅതി അശിയാ, 4 വിഷയങ്ങളിൽ അഗ്രേസരനാണ് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം തങ്ങൾ. ഫിൽ ലുഗതി വഖ്തിലാഫിൻ നാസി വൽ ഫിഖ്ഹി വൽ മആനി, അവിടുന്ന് പരിശുദ്ധമായ അലങ്കാര പരിശുദ്ധമായ കർമ്മശാസ്ത്രത്തിലും അതുപോലെ തന്നെ കിതാബുകളുടെ ഇടയിലുള്ള അതിന്റെ ഇസ്തിലാഹിയായ വ്യത്യാസ വീക്ഷണങ്ങളെയും എല്ലാം നന്നായി അറിയുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഭാഷാ പരിജ്ഞാനം, നാസിഖ് മൻസൂഖ് തുടങ്ങിയുള്ള ഖുർആനികമായ പരിജ്ഞാനങ്ങൾ ഇത് മുഴുവനും നന്നായി അറിയുന്നയാളായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, അങ്ങനെ ലോകപ്രസിദ്ധമായ വൈജ്ഞാനിക സബരയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുണഗണങ്ങളെ സമകാലികളും സമശീർഷ്യരുമായ ആളുകളുടെ വചനങ്ങളിൽ നിന്ന് മാത്രം ഉദ്ധരിച്ചാൽ ഇന്ന് നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ടവർ പലപ്പോഴും ഗൗരവതരമായ ചർച്ചകൾ നടത്താറുണ്ട്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുകയാണ്, ഓ അഹ്മദ് ബിൻ ഹംബലെ, ആരെങ്കിലും നിസ്കരിച്ചില്ലെങ്കിൽ അവൻ കാഫിറായി പോകുമെന്നൊരു പ്രയോഗം ഹദീസിലുണ്ടല്ലോ, എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത്? ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, നിസ്കരിച്ചില്ലെങ്കിൽ അയാൾ കാഫിറായി പോകും. അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ചോദ്യമാണ്, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഫബിമ യുസ്ലിമു, എങ്ങനെയാണ് അയാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക? ഉടനെ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, നിസ്കരിക്കാത്തയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും അയാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മടക്കി പറയണമെന്നും ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ വിശദീകരിക്കുകയാണ്, വഹുവ മുസ്തദീമുൻ അലൈഹി ലം യത്റുകുഹു, അയാൾ ഇപ്പൊ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിച്ചയാളാണ്, പിന്നെ അയാൾ എന്തിനാണ് മടക്കി പറയുന്നത്? അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിക്കുന്നു, നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെങ്കിൽ അയാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ എന്താണ് ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയണം. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അവർകൾ തിരിച്ചു ചോദിക്കുകയാണ്, ആ വിഷയത്തിൽ അയാൾക്ക് തർക്കമില്ലല്ലോ, അയാൾ ഇപ്പൊ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചയാളല്ലേ? ഉടനെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞു, അയാൾ നിസ്കാരത്തിലേക്ക് മടങ്ങി വരണം, യുസല്ലി. അപ്പൊ ഷാഫി ഇമാം തങ്ങളുടെ ദിശണയുടെ ഊക്കാണ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണെങ്കിൽ സ്വലാത്തുൽ കാഫിരി ലാ തസ്ഹു, അവിടുന്ന് കാഫിറിന്റെ നിസ്കാരം അവിടുന്ന് പരിഗണിക്കപ്പെടുകയില്ല, അയാൾക്ക് അതുകൊണ്ട് ഇസ്ലാമിലേക്ക് കയറാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല. അപ്പോഴാണ് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി ആലോചിക്കുന്നത്, എന്റെ വിശദീകരണം വേണ്ടതുപോലെ സമ്പൂർണമായിട്ടില്ല. ഫസക്കത്തൽ ഇമാമു അഹ്മദ് റളിയല്ലാഹു അൻഹു നിശബ്ദമാകുകയാണ്. അപ്പോഴപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, തർക്കുസ് സ്വലാത്തി കുഫ്റുൻ ദൂന കുഫ്ർ ലാ യുഖ്രിജുഹു മിനൽ മില്ല, സംസ്കാരം ഉപേക്ഷിക്കുന്നയാൾ കാഫിറാകുമെന്ന് പറഞ്ഞാൽ അയാൾ ഈ സമുദായത്തിൽ നിന്ന് പുറത്തുപോയി എന്നല്ല. കുഫ്റും ദൂന കുഫർ, ഒരു നിഷേധിയുടെ അടയാളം നിലനിർത്തിയ ആളാണ്. ഒരു പ്രസ്ഥാനത്തോട് കൂറുണ്ടെങ്കിൽ അതിന്റെ നിർബന്ധമായ അജണ്ട നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാത്തയാളെന്ന നിലക്ക് അയാൾ കാഫിർ എന്ന് പ്രയോഗിക്കപ്പെടുന്നു എന്നല്ലാതെ ഇസ്ലാമിക ദർശനത്തിൽ നിന്ന് അയാൾ പുറത്തല്ല എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഗൗരവതരമായ ചർച്ചകളിലൂടെ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു
അവിടുന്നതാ ബഹുമാനപ്പെട്ട ഇമാമുകളോട് മുഴുവനും സമകാലികരായ പണ്ഡിതന്മാരോട് മുഴുവനും സംവദിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുസ്നി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഗൗരവതമായ ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ടവർ സംവാദം നടത്തുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്നി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. പ്രിയപ്പെട്ട ശിഷ്യനാണ്. അവിടെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ, നീ ഏത് വിഷയത്തിലാണ് സംവദിക്കാൻ വേണ്ടി പോകുന്നത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ തൗഹീദിന്റെ വിഷയത്തിലാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടെ വിളിച്ചു നിർത്തി. എന്നിട്ട് മുസ്നി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെയുടെ ചർച്ചകൾ മുഴുവനും അവിടെ വിശദീകരിച്ചു കൊടുത്തിട്ട് തൗഹീദ് സംബന്ധമായ ചർച്ചകളിലേക്ക് കടന്നു പോകുന്നതിന്റെ വ്യാപ്തിയും പ്രശ്നവുമെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ ആധുനിക തൗഹീദിന്റെ ആളുകളോട് താക്കീത് നൽകാൻ പറ്റുന്ന വിധത്തിലാണ് മുസ്നി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്. ഒരു ദിവസം വന്നടുത്തിരുന്നു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് തൗഹീദ് സംബന്ധമായ ചില സംശയങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്താണ് സംശയമെന്നല്ല ചോദിക്കുന്നത്. അത്തദ്രി ഐന അൻത, എവിടെയാണെന്ന് നിനക്കറിയാമോ മുസ്നി? നഅം, അതെ അറിയാം. എന്നിട്ട് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദൽ മൗളിഉല്ലദി അഗ്റഖല്ലാഹു ഫീഹി ഫിർഔൻ, അവിടുന്ന് ഫിർഔനെ മുക്കിക്കളഞ്ഞ സ്ഥലമാണ്. അതുപോലെ തന്നെ മഹാന്മാരായ പ്രവാചകന്മാർക്ക് സന്ദേശം നൽകിയ സ്ഥലമാണ്. രണ്ടിന്റെ ഇടയിലാണ് നിങ്ങളുടെ ചർച്ച വരുന്നത്. ഹൽ തകല്ലമ ഫീഹി സ്വഹാബ, അല്ലാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഏതെങ്കിലും സ്വഹാബിമാർ നടത്തിയിട്ടുണ്ടോ? ഖാലൽ മുസ്നിയു ലാ, പറഞ്ഞിട്ടില്ല. അവിടുന്ന് തദ്രി കം നജ്മം മിനസ് സമാ, അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ മുസ്നി ഇമാമിനോട് ചോദിക്കുകയാണ്, ആകാശത്ത് എത്ര നക്ഷത്രമുണ്ട് എന്ന് നിനക്കറിയാമോ? ലാ, എനിക്കറിയില്ല. തദ്രി കം കൗകബം മിൻഹാ തഅരിഫു ജിൻസഹു വ മിമ്മ ഖുലിഖ, അതിൽ എത്ര എണ്ണത്തിന്റെ വർഗവും അതുപോലെ തന്നെ എത്ര എണ്ണത്തിന്റെ ഉരുവങ്ങളും തിരിച്ചറിയാം എന്ന് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ലാ. അപ്പോഴാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഇലാഹി ദൃഷ്ടാന്തങ്ങളെ പോലും അതിന്റെ ശരിയായ നിലക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെയാണോ അള്ളാഹുവിനെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കുന്നത്? ഉടനെ ഒരു ചെറിയ വിഷയം കൂടി മുസ്നി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ഫശൈഉൻ, ബഹുമാനപ്പെട്ടവർ, മസ്അലതൻ ഫിൽ ഉളൂഇ ഫഅഖ്തഅ അർ-റജുലു ഫിൽ ജവാബ്, മുസ്നി ഇമാമിനോട് ചോദിക്കുകയാണ്. അവിടുന്ന് ഉളൂഉമായി ബന്ധപ്പെട്ട വളരെ ഗൗരവതരമായ ഒരു സംശയം. അപ്പൊ മുസ്നി ഇമാമിന് അത് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ പറയുകയാണ്, 5 നേരവും നീ നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരത്തിന്റെ മുന്നോടിയായി വുളൂ ചെയ്യുന്നുണ്ട്. ആ വുളൂഇന്റെ മസ്അലകൾ പോലും പഠിക്കാതെ പടച്ചവനെ കുറിച്ച് ചോദിക്കാനും തൗഹീദിനെ കുറിച്ച് ചർച്ച ചെയ്യാനും നടക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ ആധുനിക ബിദ്അത്തുകാരുടെ അടയാളം പരിപൂർണമായും അവരുടെ സ്വഭാവത്തെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഇമാം ശാഫഈ തങ്ങളുടെ മദ്രസയിൽ ഇത്തരമൊരു ചർച്ച വന്നത് എന്ന് മനസ്സിലാവുകയാണ്. ഇവിടെ അള്ളാഹുവിനെ കുറിച്ചും അതുപോലെ തന്നെ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരെ ശിർക്കാരോപണം നടത്തുകയും ചെയ്യുന്ന ആധുനിക മുജ്തഹിദുകളെ വിളിച്ചു നിർത്തി വുളൂഇന്റെയും നിസ്കാരത്തിന്റെയും ചെറിയ ചെറിയ മസ്അലകൾ പോലും ചോദിച്ചാൽ അവർക്ക് കിട്ടാത്ത വിധം പരുങ്ങുന്നത് നമുക്ക് കാണാം. ഇവിടെയാണ് ഇമാമുകളുടെ നീണ്ടകാലത്തെ അധ്വാനത്തിലൂടെയും അവരുടെ പരിജ്ഞാനത്തിന്റെ പർവ്വതങ്ങളും അതുപോലെ തന്നെ അന്വേഷണത്തിന്റെ വിശാലതകളും കൃത്യമായി കൈകാര്യം ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്ന മസ്അലകളുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്. വിശദമായി കൊണ്ടുപോകാൻ സമയമില്ല. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സ്ഥലത്തിരിക്കുകയാണ്. ഇന്ന് ധൃതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തൽക്കാലം ശാഫഈ എന്ന അധ്യായം നമ്മുടെ ഈ മജ്ലിസിൽ സമാപ്തി കുറിക്കുകയാണ്. ഒരു 4-5 ദിവസം പോരാ. ഇമാം ശാഫഈ തങ്ങളുടെ വിശാലമായ കാവ്യ പ്രപഞ്ചം ഇന്നിവിടെ ഞാൻ തൊടുന്നില്ല. ശാഫഈ ഇമാമിന്റെ മുനാളറകൾ ഇവിടെ തൊടുന്നില്ല. ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു രാജാക്കന്മാരോട് നടത്തിയ ഉപദേശങ്ങൾ ഇവിടെ നാം ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ പ്രധാനപ്പെട്ട 12ഓളം ടൈറ്റുകൾ തൽക്കാലം ഈ പ്രസംഗത്തിൽ നിന്ന് മാറ്റിവെക്കുകയാണ്. കാരണം ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നിന്ന് എടുത്തു നമ്മൾ കൈകാര്യം ചെയ്താൽ ആധുനിക ലോകത്തോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് തുലന പഠനങ്ങളുടെ വിശാലമായ വ്യാപ്തമായ അന്വേഷണ പ്രപഞ്ചമാണ് മഹാനവറുകൾ നമുക്ക് തുറന്നിട്ട് തരുന്നത്. അപ്പോൾ മഹാനവറുകളുടെ സദസ്സിലേക്ക് അതാ ഒരാൾ വരുന്നു. പ്രായമുള്ള ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ശാഫഈ, നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെ?
ഏതൊക്കെയാണ്? സൽ, ചോദിച്ചോളൂ എന്നോട്. മൽ ഹുജ്ജത്തു ഫീ ദീനില്ലാ, അല്ലാഹുവിന്റെ ദീനിലുള്ള പ്രമാണം ഏതാണ്? ഉടനെ പറഞ്ഞു കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്. സുമ്മ മാദാ, പിന്നെയുള്ള തെളിവെന്താണ്? സുന്നത്തു റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്താണ്. സുമ്മ മാദാ, പിന്നെ എന്താണ് തെളിവ്? മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത്തിഫാഖുൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ഏകോപനമാണ്. ഫഖാല ശൈഖ്, അപ്പോൾ പ്രൗഢമായ ഗാംഭീര്യമുള്ള സ്വരത്തോടെ പറയുകയാണ്, മിൻ ഐന ഖുൽതൽ ഇത്തിഫാഖൽ ഉമ്മ, എവിടെന്നാണ് മുസ്ലിം സമുദായത്തിന്റെ ഏകോപനം ഇസ്ലാമിൽ പ്രമാണമാണ് എന്നതിനുള്ള തെളിവ് എവിടെന്നാണ് കിട്ടിയത്? അപ്പോഴാണ് ശാഫി ഇമാം തങ്ങൾ ആലോചിക്കാൻ തുടങ്ങി, ഇതിനെന്താണ് തെളിവ്? ഞാൻ പറഞ്ഞു കൊടുക്കുക. വമലാ യുഫക്കിറു ഫീഹി തവീലൻ, അല്പനേരം ഇങ്ങനെ ചിന്ത നീണ്ടപ്പോ കടന്നു വന്നയാൾ പറയുകയാണ്, ഖദ് അജ്ജൽതുക സലാസൻ ഫഇൻ ജിഅത ബിഹുജ്ജത്തിൻ മിൻ കിതാബില്ലാഹ് വഇല്ലാ തുബ് ഇലല്ലാഹി തആല, എന്തെങ്കിലും അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് മുസ്ലിം ലോകത്തിന്റെ ഏകോപനം ഇസ്ലാമിൽ പ്രമാണമാണെന്നതിന് നിങ്ങളുടെ കൈവശം വല്ലതുമുണ്ടെങ്കിൽ ആ ആയത്താണ് എനിക്ക് തെളിവ് തരേണ്ടത്, അല്ലെങ്കിൽ അല്ലാഹുവിനോട് തൗബ ചെയ്യണം. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. ഇമാമുൽ ബൈഹഖിയുടെ നിവേദനമാണ് ഞാൻ വായിക്കുന്നത്. അതുപോലെ തന്നെ ഇമാം റാസിയും ഇത് കൊണ്ടുവരുന്നുണ്ട്. സിയറു അലാമിൻ നുബലയിൽ പറയുന്നുണ്ട്, തബഖാത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തുമുള്ള വിശദീകരണങ്ങളിൽ നിന്ന് വളരെ സംക്ഷിപ്തമായ ചില വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് 3-ാം ദിവസം വരെ വീട്ടിലിരിക്കുകയാണ്. അവിടുന്ന് പൂർണ്ണമായും ഏകാഗ്രധ്യാനത്തോടെ ഇരുന്ന് പരിശുദ്ധമായ ഖുർആനിനെ മുഴുവനും അവിടുന്ന് പരിശോധന നടത്തുന്നു. എവിടെയാണ് ഇജ്മാ അഥവാ മുസ്ലിം ലോകത്തിന്റെ ഏകോപനം, അതിനുള്ള തെളിവെന്താണ് എന്ന് അന്വേഷിച്ച് ലോകത്തോട് വിളിച്ചു പറയാൻ, ആ ഒരു പ്രമാണത്തിന്റെ ആധികാരികതയിലേക്ക് അല്പം ചില വാചകങ്ങൾ നമ്മൾ അനുബന്ധമായി പറയേണ്ടതുണ്ട്. അതാ വരുന്നു 3-ാമത്തെ ദിവസം. വന്നിട്ട് ചോദിക്കുകയാണ്, തെളിവ് കിട്ടിയോ? അതെ, തെളിവ് കിട്ടി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ. പരിശുദ്ധമായ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അതാ കടന്നു വന്ന ഷെയ്ഖ് പറയുകയാണ്, സദഖ്ത, ഓനെ പറഞ്ഞത് ശരിയായിരിക്കുന്നു. അല്ലാഹുവിന്റെ ഇസ്ലാം ദീനിലെ പ്രമാണങ്ങളിൽ 3-ാമത്തേത് മുസ്ലിം ലോകത്തിന്റെ ഏകോപനമാണ്. നമ്മളെല്ലാവരും തറാവീഹ് നിസ്കരിച്ചിട്ട് വരികയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രമാണം എത്ര റക്അത്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് മുസ്ലിം ലോകം പകർന്നു കൊണ്ടുവന്നത് എന്നതിന് മുസ്ലിം ലോകത്തിന്റെ ഏകോപിതമായ അഭിപ്രായമാണ് 20 റക്അത്ത് തറാവീഹാണ്. അങ്ങനെ ലോകത്തിനാവശ്യമായ പ്രമാണങ്ങളുടെ നിദാനങ്ങളെ മുഴുവനും ചെറിയ ഒരു ജീവിതത്തിന്റെ ഇരപകലിലൂടെ ഇഴകീറി പരിശോധിച്ച് അന്വേഷണത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് വൈജ്ഞാനിക പ്രഭുക്കളുടെ മസ്തിഷ്കത്തിലേക്ക് കൈമാറ്റം ചെയ്ത ഇമാമുന ശാഫിഈ തങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇവിടെ ഒരു കാര്യം അനുബന്ധമായി വായിക്കേണ്ടതുണ്ട്. ശാഫിഈ ഇമാമിന്റെ വൈജ്ഞാനിക പ്രഭുത്വമാണ് ഒരു ഭാഗത്ത് ചർച്ച ചെയ്യേണ്ടത്. രണ്ടാമത് അവിടുത്തെയുടെ പ്രമാണങ്ങളിലുള്ള അവഗാഹമാണ് പരിശോധിക്കേണ്ടത്. മൂന്നാമത് അറബി ഭാഷയിലുള്ള നൈപുണ്യമാണ് പഠിക്കേണ്ടത്. നാലാമതായി ലോകത്ത് ശാഫിഈ ഇമാമിനുള്ള അംഗീകാരമാണ് പഠിക്കേണ്ടത്. അഞ്ചാമതായി ശാഫിഈ ഇമാം തങ്ങളുടെ ജീവിതത്തിലെ ആത്മീയതയാണ് അറിയേണ്ടത്. അങ്ങനെയുള്ള ഇമാമുകൾക്ക് സമാനമാണ് ഇന്നത്തെ 4 ഹദീസ് പഠിച്ചവരെന്ന വാദം ലോകത്തെ ഏറ്റവും വലിയ അബദ്ധവാദമാണ്. ലക്ഷക്കണക്കിന് ഹദീസുകളെ മസ്തിഷ്കത്തിലിട്ട് ആവശ്യം പോലെ ക്രയവിക്രയം നടത്തി ഓരോ സൂക്തങ്ങളുടെയും ഇടയിൽ നിന്ന് 10,000-കണക്കിന് മതവിധികളെയും കാഴ്ചപ്പാടുകളെയും ഇഴകീറിയെടുത്തിട്ട് നിരത്തി ലോകത്തിന് അവതരിപ്പിച്ചു തന്ന അഇമ്മത്തുൽ അഅ്ലാം, അവരുടെ മുഴുവനും ചക്രവർത്തിയാണ് ഇമാമുന ശാഫിഈ.
ആ ശാഫി ഇമാം തങ്ങളുടെ മഹത്വം ഒരിക്കൽ കൂടി ഒന്ന് പറയട്ടെ. മലഅതാതിബാഖൽ അർദി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാനൻ നബി മുഹമ്മദി. മദീനയിൽ നിന്ന് അനുരാഗത്തിന്റെ പ്രപഞ്ചത്തിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന മുസ്തഫായുടെ വരിഷ്ഠമായ പ്രവചനത്തിന്റെ പുലർച്ചയായ ശാഫി ഇമാം തങ്ങൾ വൈജ്ഞാനിക കേസരികളുടെ മുഴുവനും ന്യൂക്ലിയസ് മദീനയിലാണ്. ആധ്യാത്മിക ജ്ഞാനികളുടെ മുഴുവനും ശ്രദ്ധാകേന്ദ്രം മദീനയാണ്. ആ മദീനയുടെ മലർവനിയിലെ ഗുംബദെ ഖസ്റാഇന്റെ കീഴിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുത്തെയിൽ നിന്നല്ലാതെ വൈജ്ഞാനിക പ്രഭുത്വത്തിന്റെ ഏതെങ്കിലും കണക്ഷൻ വിതരണം ചെയ്യുന്നില്ല. കാരണം ജമഅത്ത് തജല്ലിയാത്ത് ആപ്സേ, ജമാലിയാത്ത് ആപ്സേ, തഖയ്യുലാത്ത് ആപ്സേ, തസറുഫാത്ത് ആപ്സേ. അവിടുന്നയിൽ നിന്നാണ് വൈജ്ഞാനികതയുടെ മുഴുവനും വിതരണം, ആധ്യാത്മികതയുടെ മുഴുവനും കൈമാറ്റം, അതുപോലെ വൈജ്ഞാനിക പ്രഭുത്വത്തിന്റെ മുഴുവനും കൈകാര്യം. മദീനയിൽ കിടന്ന മാലോകരുടെ മനോവിചാരങ്ങൾക്ക് പരിഹാരത്തിന്റെ പറുദീസ വിരിക്കുന്ന പ്രവാചക പരിശ്രേഷ്ഠരായ പ്രണയത്തിന്റെ സാരഥിയേ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. കാലങ്ങളുടെ ഇന്നലകളിൽ നിന്ന് നാളത്തെ വൈജ്ഞാനിക രാജാക്കന്മാരെ മുന്നറിയിപ്പ് നൽകിയിട്ട് അവിടുന്ന് നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന അബൂ ഹനീഫ ഇമാം തങ്ങളെയും മദീനയിൽ ദർസ് നടത്തേണ്ട മാലിക് ഇമാം തങ്ങളെയും അവിടുത്തെ ശിഷ്യഗണത്തിൽ നിന്ന് ലോക വൈജ്ഞാനിക ചക്രവാളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ട ശാഫിഈ ഇമാം തങ്ങളെയും പരിശുദ്ധമായ ഹദീസിന്റെ രക്ഷാധികാരം ഏറ്റെടുക്കേണ്ട ഇമാമേ അഹ്ലുസുന്നയെയും ലോകത്തോട് പ്രവചിച്ച ദൂതരാണ് സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മലാദി വമശ്റബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരിടത്ത് ചമ്രം പടിഞ്ഞിരിക്കുകയല്ല, വൈജ്ഞാനിക പ്രവാസത്തിന്റെ വിതരണത്തിന് വേണ്ടി ലോകത്തിന്റെ ദിക്കുമുക്കുകൾ മാറി സഞ്ചരിക്കുകയാണ്. മക്കയിലേക്ക് വന്ന ശാഫിഈ ഇമാം തങ്ങൾ ഇനി ഈജിപ്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. മതകാര്യങ്ങളുടെ സാരഥ്യമേറ്റെടുക്കാൻ ആദരപൂർവ്വം ബഹുമാനപ്പെട്ടവരെ ഈജിപ്തിലേക്ക് ഗവൺമെന്റ് വിളിക്കുമ്പോൾ അബ്ദുൽ അസീസ് ഇബ്നു ഹക്കം പറയുകയാണ്, നിങ്ങൾ ഈജിപ്തിലേക്ക് പോവുകയാണെങ്കിൽ 1 കൊല്ലം ജീവിക്കാനുള്ള ചില്ലറയും കൊണ്ട് പോയാൽ മതി, അപ്പോഴേക്ക് നിങ്ങൾക്ക് രാജാവിന്റെ അംഗീകാരം കിട്ടും. അപ്പൊ പണത്തിന്റെ പിന്നിലല്ല പണ്ഡിതൻ പോകുന്നത്. ശാഫി ഇമാം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പോകേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഫലസ്തീനിലെ ഗസയിൽ നിന്ന് അഷ്ടിക്ക് വകുപ്പും അധ്യാപകന് ഫീസ് കൊടുക്കാനുമില്ലാഞ്ഞപ്പോഴാണ് എന്റെ ഉമ്മ എന്നെ കൈത്തണ്ടയിലെടുത്ത് മക്കയിലേക്ക് കൊണ്ടുവന്നത്. ഇതുവരെയും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പണത്തിന്റെ പിന്നാലെ സഞ്ചരിക്കേണ്ടതില്ല. ഈ ജീവിതം അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് അല്ലാഹു അവിടെ എനിക്ക് വേണ്ടത് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് പരാതിയില്ല. അപ്പോഴാണ് രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറമില്ല, സാമ്പത്തികതയുടെ ഇരിപ്പിടങ്ങളില്ല, ഖജനാവിന്റെ താക്കോലില്ല. പക്ഷേ വൈജ്ഞാനികതയുടെ സാരഥ്യവും ആധ്യാത്മികതയുടെ പ്രകാശവുമുള്ള ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് ചെല്ലുമ്പോ വലിയ സ്വീകരണ സമ്മേളനമാണ് ശാഫിഈ ഇമാമിന് ലഭിക്കുന്നത്. എല്ലാവരും വന്ന് രാജകീയമായി സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോ ആ നാട്ടുകാരനായ അബ്ദുൽ ഹക്കം എന്ന വലിയ മുതലാളിയാണ്, അതുപോലെ ഇൽമുള്ളയാളാണ്. മഹാനവറുകളെ ശാഫിഈ ഇമാമിനെ സ്വീകരിക്കുന്നു.
നിങ്ങളുടെ മുഴുവൻ സാരഥ്യവും ഞാനിതാ നിങ്ങൾക്ക് വേണ്ട ആതിഥ്യവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്റെ മകനെ ഇതാ നിങ്ങളോടൊപ്പം ഖാദിമായി വിട്ടുതരുന്നു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം വായിക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ഒരുപാട് തുലനം കാണുന്നുണ്ട്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ വാരിസുർ റസൂലായ റസൂലുള്ളാഹിന്റെ അനന്തരഗാമിയായ ശാഫി ഇമാം തങ്ങൾ ജനിച്ച് കുറച്ചു കഴിയുമ്പോഴേക്ക് അനാഥരായി പോയി. അഹ്ബബ്തു ഉമ്മിയൻ യകൂനു അലീമാ ഇൽമൻ യഫൂഖുൽ ഖാരിഈന യതീമാ. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിലാണ് ശാഫി ഇമാമും ജീവിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെയായിരുന്നു. അവിടുത്തെ ജീവിതത്തിൽ ഹിജ്റയുണ്ട്. ശാഫി ഇമാമിന്റെ ജീവിതത്തിലും ഹിജ്റ കാണാം. അതുപോലെ ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എണ്ണി അവസാനം സമയോചിതമായി നമുക്ക് പറയാം. അങ്ങനെ സ്വന്തം മകനെ കൂടി ബഹുമാനപ്പെട്ട നബിതങ്ങൾ ഹിജ്റയുടെ സഞ്ചാരത്തിൽ മദീനയിലെത്തിയപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നേൽപ്പിക്കുന്നു. ആരാണ്? ഖാദിമു റസൂലില്ലാഹി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കൊടുക്കുന്നു. അതുപോലെ അതാ മുഹമ്മദ് എന്ന് പറയുന്ന മോനെ അബ്ദുൽ ഹക്കം എന്ന വലിയ കുടുംബക്കാരനും സാമ്പത്തിക പശ്ചാത്തലമുള്ള വൈജ്ഞാനിക സാരഥ്യമുള്ള ആള് മകനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ശാഫി ഇമാമിന്റെ ഗ്രന്ഥം മുഴുവനും പകർത്താൻ. ഇമാമിയങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഒരു പൊതുഗുണമുണ്ട്. ഒരു നാട്ടിൽ ചെന്നാൽ അവിടുന്ന് കഴിഞ്ഞുപോയ മഹാന്മാരെ ഓർക്കാറുണ്ട്. അവിടുത്തെ വലിയ പണ്ഡിതന്മാരെ സന്ദർശിക്കാറുണ്ട്. കാരണം അവരാണ് നമ്മുടെ മുമ്പേ പോയ ആളുകൾ. വഹുവ ബിസബ്ഖിൻ ഹൈദുൻ തഫ്ളീലാ മുസ്തൗജിബുൻ സാനഇൽ ജമീലാ. മുമ്പേ നടന്നവർ സ്തുതികീർത്തനങ്ങൾക്ക് അർഹതയുള്ളവരാണ്. അതുകൊണ്ട് എവിടെ പോയാലും അവിടെ മുമ്പ് കഴിഞ്ഞുപോയ മഹാത്മാക്കളുടെ വഴി അന്വേഷിക്കൽ പിൻഗാമികളായ മഹത്തുക്കളുടെ പൊതുഭാവമാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവര് മുമ്പ് മദീനയിൽ വന്ന് കണ്ട് പരിചയമുള്ള ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നു. ആ ലൈസ് റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യുന്നു. ബഗ്ദാദിൽ ചെന്നപ്പോ മുൻഗാമിയായ അബൂ ഹനീഫ ഇമാമിനെ ഓർക്കുന്നു. അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ഖബറിൽ പോയിട്ട് ദുആ ചെയ്യുന്നു. അവരുടെ മഹത്വം അതാ ലോകത്തോട് വിളിച്ചു പറയുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ജീവചരിത്രത്തിലെ ഓഥന്റിക്കായ കൂടുതൽ റഫറൻസുകളും ശാഫിഈകളായ പണ്ഡിതന്മാരെഴുതിയതാണ്. അതാണ് മദ്ഹബുകളുടെ ഇടയിലുള്ള സാഹോദര്യത്തിന്റെ ഉദാഹരണം. മദ്ഹബുകൾ അനുവദിക്കപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഏകകങ്ങളാണ്, അല്ലാതെ അഭിപ്രായ ഭിന്നതകളുടെ കേന്ദ്രമല്ല. വിശദാംശങ്ങൾക്ക് സമയം പോരാ. ഇന്നു ഞാൻ ശാഫിഈ മദ്ഹബി എന്ന അധ്യായത്തിലേക്ക് കടക്കുന്നില്ല. കാരണം കടന്നാൽ എൻ്റെ അന്വേഷണം മുഴുവനും ആ വഴിക്ക് പോയാൽ ഈ ചരിത്രം എവിടെയും എത്തിക്കാൻ കഴിയില്ല. അങ്ങനെ അതാ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ ചെന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്ത് ബറക്കത്തെടുത്തതുപോലെ ഈജിപ്തിൽ ചെന്നപ്പോൾ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുന്നു. അപ്പോഴാണ് ഉമ്മമാരെ, നിങ്ങളുടെ ആഗോള സാരഥ്യം അനുഭവിച്ചുകൊണ്ട് നിലകൊള്ളുന്ന നഫീസത്തുൽ മിസ്രിയ മഹദിയായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചിട്ട് ആധ്യാത്മികതയുടെ ആരാധനയുടെ ഇരപകലുകൾ തീർത്ത ലോക ധ്യാനം നിർവഹിക്കുന്ന മഹത്തുക്കളുടെ മാതൃകയായ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെയാണ് വാസം. കാരണം മഹദിയുടെ മഹത്വം അറിയാം.
ഇടയിൽ അവിടുത്തെയോട് മറയ്ക്കു പിന്നിൽ നിന്ന് കുശലാന്വേഷണം നടത്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ. അല്ലാഹു പോരെ അടിമയ്ക്കിടയിൽ എന്തിനാണ് മഹത്തുക്കളെ എന്ന ചോദ്യം അമ്പിയാക്കളുടെ പാരമ്പര്യമല്ല. കാരണം ഉലുൽ അസ്മുകളുടെ നേതാവായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഞാൻ മരിച്ചാൽ ബൈത്തുൽ മുഖദ്ദസിൽ അടക്കണം, മഹാത്മാക്കളുടെ ഖബറുള്ള സ്ഥലമാണ് എന്നതുകൊണ്ട് അവിടെ അടക്കണമെന്ന് വസിയ്യത്ത് ചെയ്തത് ഇമാം ബുഖാരി സ്വഹീഹിലെ ഒരു അധ്യായത്തിന്റെ ടൈറ്റിലായി കൊണ്ടുവന്നതാണ്. ബാബു മൻ ഹബ്ബദ് ദഫന ബിൽ അർദിൽ മുഖദ്ദസതി ഔ നഹ്വിഹാ എന്ന അധ്യായം അതിനു വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഞാൻ നബിയായതുകൊണ്ട് എനിക്കാരെയും വേണ്ടെന്ന ഭാവമല്ല, ഞാൻ ഉലുൽ അസ്മുകളിൽ പെട്ടയാളായതുകൊണ്ട് ഏറ്റവും ടോപ്പിലാണ്, പടച്ചവനിലേക്ക് നേരിട്ടങ്ങ് ചെല്ലാമെന്ന ചിന്തയല്ല. അനുഗ്രഹം എടുക്കേണ്ടിടത്ത് അനുഗ്രഹം എടുക്കണമെന്ന സന്ദേശമാണ്. വിഷയം മാറുന്നില്ല. അതുപോലെ വൈജ്ഞാനിക ലോകത്തെ ചക്രവർത്തിയാണ്, അതുകൊണ്ട് എനിക്കാരെയും അവലംബിക്കേണ്ടെന്നോ മഹത്തുക്കളെ തിരിച്ചറിയേണ്ടെന്നോ ഉള്ള ഭാവമില്ല. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്യുന്നു. ഉമ്മമാരെ, നിങ്ങൾ അവിടെ നിന്നാണ് മാതൃകയെടുക്കേണ്ടത്. നിശയുടെ നിശബ്ദതയിൽ ഖുർആൻ പാരായണം ചെയ്ത് വീട്ടിന്റെ അകത്തളത്തിലിരുന്ന് ആരാധന നടത്തിയ മഹതിയാണ് നഫീസത്തുൽ മിസ്രിയ. അതല്ല, തൊട്ടടുത്തുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളായിരുന്നു നഫീസത്തുൽ മിസ്രിയെങ്കിൽ ഷാഫി ഇമാമിനെ കാണാൻ വീട്ടിലേക്ക് അഥവാ ദുആരപ്പിക്കാൻ വീട്ടിലേക്ക് പോകേണ്ടതില്ലായിരുന്നു. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന വനിതകളിൽ ലോകശ്രുതി നേടിയ നഫീസത്തുൽ മിസ്രിയ അടുത്ത പള്ളിയിൽ ജമാഅത്തിന് വന്നിട്ടില്ല, അടുത്ത പള്ളിയിൽ ജുമഅക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷാഫി ഇമാം തങ്ങൾ വീട്ടിന്റെ പുറത്തുള്ള മുറിയിലേക്ക് ചെന്ന് വൈജ്ഞാനിക ചക്രവർത്തി വിനയത്തോടെ പറയുന്നു, ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നഫീസത്തുൽ മിസ്രിയയിലേക്ക് ഇനിയും നമുക്ക് കടന്നു വരാം. അങ്ങനെ മിസ്റിൽ ചെന്ന് ഓൾഡ് മിസ്റിലെ ഫുസ്താത്തിൽ അവിടുന്ന് ജാമിഅ അംർ ബിനുൽ ആസ് പള്ളിയുടെ സമീപത്ത് താമസിക്കുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടെയും ദർസ് തുടങ്ങുന്നു. യൗമൻ ബിഹുസ്വാ യൗമൻ ബിഹുസ്വാ, ഒരു ദിവസം ഇവിടെയാണ്, മറ്റൊരു ദിവസം വേറെ സ്ഥലത്താണ് എന്ന നിലക്ക് മുഖ്തസറിൽ പറഞ്ഞതുപോലെ ഓരോ നാട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് വൈജ്ഞാനിക പ്രചരണം നടത്തുന്ന ബഹുമാനപ്പെട്ട യൗമൻ ബിഹുസ്വാ യൗമൻ ബിൽ ഖുലൈസായി എന്ന് പറഞ്ഞതുപോലെ പരന്നു നടന്ന് ഇസ്ലാമിക പ്രചരണം നടത്തുന്ന ഷാഫി ഇമാമി എത്തിയിടത്ത് ദർസ് തുടങ്ങിയപ്പോഴോ മക്കയിൽ നിന്ന് മഹാനവറുകൾ പോയപ്പോ കുറെ മഹാന്മാര് കൂടെ അങ്ങ് പോയി. ഷാഫി ഇമാമിന്റെ ദർസിൽ ഞങ്ങൾക്ക് കൂടണമെന്ന നിലക്ക് അവരും പിന്നാലെ സഞ്ചരിക്കുന്നു. ഷാഫി ഇമാം തങ്ങൾ അർ-റിസാല മക്കയിൽ വെച്ച് രചിക്കുന്നു, അൽ ഹുജ്ജ അവിടുന്ന് ഈജിപ്തിൽ വെച്ച് രചിക്കുന്നു. അതുപോലെ ഗ്രന്ഥരചനകൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. മഹാനവറുകളുടെ ദർസിൽ എന്തും ചോദിക്കാവുന്ന ദർസാണ്. 10,000-ൽ പരം കവിതകൾ ബഹുമാനപ്പെട്ടവര് ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുണ്ട്. ഹുദൈൽ ഗോത്രത്തിന്റെ കൂടെ നടന്നിട്ട് 10,000-ലധികം കവിതകൾ ഷാഫി ഇമാമിന്റെ മെമ്മറിയിലുണ്ട്. അതുപോലെ പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായും 7-ാം വയസ്സിലുണ്ട്. 10-ാം വയസ്സിൽ തന്നെ 12,000-ലേറെ ഹദീസുകളുണ്ട്. പിന്നീട് ലക്ഷക്കണക്കിന് ഹദീസുകൾ ഷാഫി ഇമാമിന്റെ കൈവശമുണ്ട്. ഇതെല്ലാം ഉള്ളവരുടെ ദർസിൽ ഇരിക്കാൻ എന്തു രസമാണ്, എന്ത് ചോദിച്ചാലും മറുപടിയാണ്. മഹാനവറുകളുടെ ചുറ്റുവട്ടവും ഇരുന്ന 4 പ്രമുഖരായ ശിഷ്യന്മാരാണ്. ഒന്ന് ഇമാമുൽ ബൂത്തി, രണ്ടാമത്തത് ഇമാമുൽ മുസനി, മൂന്നാമത്തത് മുഹമ്മദ് ബിൻ യഅഖൂബ്, നാലാമത്തത് റബീഅ്. ഓരോരുത്തർക്കും അവരവരുടെ ഭാവിക്കനുസരിച്ചുള്ള പെരുമാറ്റമാണ് ഷാഫി ഇമാം തങ്ങൾ നടത്തുന്നത്. അതാ ഒരിക്കൽ 4 പേരും കൂടെ വരുമ്പോൾ ഷാഫി ഇമാം തങ്ങൾ ഒരൊറ്റ നോട്ടം നോക്കി.
മുസനിയുണ്ട്, ബൂത്തിയുണ്ട്, മുഹമ്മദ് ബിൻ യഅ്ഖൂബ് ഉണ്ട്, റബീഉണ്ട്. അപ്പൊ ഇമാം അവരുടെ ഒറ്റ നോട്ടമാണ്, സ്കാനിങ് നോട്ടമാണ്. എന്നിട്ട് പറയുന്നു, അല്ലയോ ബൂത്തി, നിങ്ങൾ ജയിലിൽ മരിക്കേണ്ടി വരുമല്ലോ. രണ്ടാമത്തെ ആളോട് പറയുകയാണ്, അല്ലയോ മുഹമ്മദ് ബിൻ യഅ്ഖൂബേ, നിങ്ങൾ നിങ്ങളുടെ വാപ്പാന്റെ മദ്ഹബിലേക്ക് മടങ്ങിപ്പോകുമല്ലോ. അല്ലയോ മുസനി, നിങ്ങൾ ദർസ് നടത്തിയിട്ട് ഈജിപ്തിലുള്ള ആളുകളുടെ മുഴുവനും പേരും പെരുമയും ഏറ്റെടുക്കുമല്ലോ. അല്ലയോ റബീഅേ, എന്റെ കിതാബുകളും എന്റെ നിവേദനങ്ങളും അറിയാൻ നിങ്ങളിലേക്ക് ആളുകൾ വരുമല്ലോ. ഒറ്റ നോട്ടത്തിൽ 4 പേരോടും പറയുകയാണ്, ബൂത്തി, നിങ്ങളുടെ വിയോഗം ജയിലിലാണ്. മുസനി, നിങ്ങളുടെ നിയോഗം മുദർരിസായിട്ടാണ്. റബീഅേ, നിങ്ങൾ എന്റെ ഗ്രന്ഥങ്ങളുടെയും നിവേദനങ്ങളുടെയും സ്രോതസ്സാണ്. മുഹമ്മദ് ബിൻ യഅ്ഖൂബേ, നിങ്ങൾ എന്റെ മദ്ഹബിൽ ഉറച്ചു നിൽക്കുകയില്ല. 4 പറഞ്ഞു കഴിഞ്ഞു. കാലങ്ങൾ അല്പം കഴിഞ്ഞപ്പോഴാണ് ഇമാമുൽ ബൂത്തി ഖുർആൻ സൃഷ്ടിവാദത്തിന്റെ പേരിൽ ഗവൺമെന്റ് പിടിക്കുന്നു. ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയണം, കലാമാണെന്ന് നിഷേധിക്കണം. ആധ്യാത്മിക ബോധമുള്ള അള്ളാഹുവിനെ പേടിയുള്ള പണ്ഡിതന്മാർക്ക് കഴിയില്ല. കാരണം അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരമല്ലാതെ ഭൗതിക ലോകത്തെ നേട്ടങ്ങളിൽ കാക്കാക്കിയവരല്ല. പറഞ്ഞു, എന്തു വന്നാലും ഞാനത് സമ്മതിക്കില്ല. ഇമാം അവർകളെ കൊണ്ടുപോയി ജയിലറയ്ക്കുള്ളിലേക്ക് തള്ളുന്നു. അവിടുത്തെ ജയിലനുഭവങ്ങൾ പിൽക്കാലത്തെ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. മഹാനവറുകൾ വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോ ജയിലിൽ തന്നെ കുളിക്കും. എന്നിട്ട് നഖമൊക്കെ വെട്ടി വൃത്തിയാക്കും. നല്ല ജുമഅക്ക് പോകേണ്ടതുപോലെ ആ പരിധിയിൽ നിന്നുകൊണ്ട് ഒരുങ്ങും. എന്നിട്ട് ജയിലിന്റെ അഴിയുടെ മുമ്പിൽ വന്ന് പള്ളിയുടെ ഭാഗത്തേക്ക് നോക്കും. പടച്ചവനെ, നിന്റെ പള്ളിയിൽ നിന്ന് ജുമഅ നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്നതിന് ഞാനിതാ ഉത്തരം ചെയ്യുന്നു. അവിടെ നിന്ന് പൊട്ടിക്കരയും. എനിക്ക് ആ ജുമഅയിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള നിലക്ക് ജയിലിന്റെ അഴി പിടിച്ചുകൊണ്ട് നിലവിളിക്കുമ്പോ കരഞ്ഞ് കരഞ്ഞ് വീഴാനാകുമ്പോഴേക്ക് വാർഡന്മാര് കയറി പിടിച്ച് മെല്ലെ കൊണ്ടകത്തിരുത്താറുണ്ട്. അങ്ങനെയുള്ള ഷാഫി ഇമാം തങ്ങളുടെ ശിഷ്യനായ ഇമാമുൽ ബൂത്തി അതേ ജയിലിൽ നിന്ന് തന്നെ വഫാത്തായി പോയി. ഹിജ്റ 213 ലോകത്തോട് വിട പറഞ്ഞു. ഇനി രണ്ടാമത്തെ ആളാരാണ്? മുസനി ഇമാം തങ്ങളാണ്. ഇജ്തിഹാദിനോളം വിശാലമായ വൈജ്ഞാനിക പ്രഭുത്വമുണ്ട്. പക്ഷേ നിദാന ശാസ്ത്രത്തിലും മറ്റു ചില വിഷയങ്ങളും ഇമാം ശാഫഈ തങ്ങളെ ആസ്പദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വതന്ത്ര മുജ്തഹിദായി മാറാത്ത അതിനോളം വലിയ വിജ്ഞാന പ്രഭുത്വമുള്ള നേതാവാണ് ഇമാമുൽ മുസനി. ഈജിപ്തിൽ ദർസ് തുടങ്ങുകയാണ്. വിശാലമായ ദർസാണ്. മുഹമ്മദ് ബിൻ യഅ്ഖൂബ് എന്ന ശിഷ്യനാണ് ഖിദ്മത്തിന് കൂടെയുണ്ടാകുക ഷാഫി ഇമാമിന്. അപ്പൊ വഫാത്താകാൻ നേരെ എല്ലാവരും വിചാരിച്ചത് എന്താണ്? മുഹമ്മദ് ബിൻ യഅ്ഖൂബിനെ നായിബ് മുദർരിസായി അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ള മുദർരിസായി വഫാത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്നാണ്. അങ്ങനെ രോഗശയ്യയിൽ കിടക്കുമ്പോൾ നാട്ടുകാർ വന്ന് ചോദിച്ചു, ഉസ്താദേ, ഇപ്പൊ ദർസൊക്കെ മുടങ്ങിപ്പോവല്ലോ, ആരെയാണ് ദർസിലേക്കാക്കുക? അപ്പൊ മുഹമ്മദ് ബിൻ യഅ്ഖൂബും വിചാരിച്ചു, എന്നെ ആയിരിക്കും നിർദ്ദേശിക്കുക. കാരണം വ്യക്തിബന്ധത്തിൽ കൂടുതൽ മുഹമ്മദ് ബിൻ യഅ്ഖൂബ് എന്നവരോടാണ്. അപ്പോൾ വന്നവർക്കും പ്രതീക്ഷയുണ്ട് അങ്ങനെയാകാം. അപ്പോഴവിടുന്ന് പറഞ്ഞു, അല്ല, എനിക്ക് നല്ല പേഴ്സണൽ ബന്ധമുള്ളത് മുഹമ്മദ് ബിൻ യഅ്ഖൂബിനോടാണ്. പക്ഷേ അതിനേക്കാൾ വിഷയത്തിൽ അവഗാഹമുള്ളത് മുസനിയാണ്. അതുകൊണ്ട് മുസനി മുദർരിസാകട്ടെ. അപ്പോൾ അള്ളാഹുവിന്റെ ദീനിന് ഏറ്റവും ഉചിതമായ വിഷയമാണ് ചെയ്യേണ്ടത് എന്ന് ഷാഫി ഇമാം തങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ കാണിച്ചു തന്നതാണ് എന്ന ടൈറ്റിലാണ് ഈ വിഷയം മഹാന്മാര് കൊണ്ടുവരുന്നത്.
പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആകേണ്ടത് പ്രസ്ഥാനത്തെ നയിക്കാൻ കരുത്തുള്ള ആളാണ്. എനിക്ക് ഇഷ്ടമുള്ള ആളല്ല. പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആകേണ്ടത് അതിന് വിലാസമുണ്ടാക്കാൻ പറ്റുന്ന ആളാണ്. എന്റെ സ്വകീയ താല്പര്യമല്ല എന്ന സംഘടനാ ശാസ്ത്രവും ഇസ്ലാമിക സാമൂഹിക ശാസ്ത്രവും പഠിപ്പിക്കാനാണ് ഷാഫി ഇമാം തങ്ങൾ അത്തരമൊരു തീരുമാനമെടുക്കുന്നത്. അംഗീകരിക്കപ്പെട്ടുപോയി. പിന്നീടുള്ള ശിഷ്യനാണ് മുഹമ്മദ് ബിൻ യഅ്ഖൂബ്. പിൽക്കാലത്ത് അവിടുന്ന് ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ നിന്ന് മാലിക് ഇമാമിന്റെ മദ്ഹബായിരുന്നു വാപ്പയുടെ മദ്ഹബ്, അതിലേക്കു തന്നെ മാറി. അതൊരു പാതകമൊന്നുമല്ല. മുഹീദ്ദീൻ ശൈഖ് കണ്ടില്ലേ, അശ്ശാഫിഇയ്യ ഫസിർ തൽഹംബലിയ ബിലാ ഹജ്രില്ലി തഹത തബിൽ ഖൈറൈനി മുഅ്തദിലാ. അങ്ങനെ മഹാന്മാരായ ആളുകൾ അതിന് ഹംബലി ഇമാമുമായ ഒരു സ്വപ്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിൽ നിന്ന് ഹംബലി മദ്ഹബിലേക്ക് പോയതെന്ന് സവാനിഹ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ഗ്രന്ഥത്തിലുണ്ട്. എന്നാൽ അതുപോലെ ബഹുമാനപ്പെട്ടവരും പിതാവിന്റെ മദ്ഹബ് അത് ശാഫിഈ ഇമാമിന്റെ ഉസ്താദ് മാലിക് ഇമാമിന്റെ മദ്ഹബാണ്. ആ മദ്ഹബിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. റബീഅ് റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം തങ്ങളുടെ നിവേദനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ സമാഹരിച്ചു വെച്ച ആളാണ്. ഒരേ സമയത്തു തന്നെ ഇമാമു ത്വറായിഫി ബഹുമാനപ്പെട്ട മുസ്നി ഇമാം തങ്ങളെ കാണാൻ ചെന്നപ്പോ 900 വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവര് മുഴുവനും ബഹുമാനപ്പെട്ട റബീഅ് തങ്ങളുടെ അടുക്കൽ നിന്ന് ഷാഫി ഇമാമിന്റെ നിവേദനം വാങ്ങാൻ വന്നവരാണ്. അത്രയും വിശാലമായ വൈജ്ഞാനിക സബര്യയാണ് ഷാഫി ഇമാമിൽ നിന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ഷാഫി ഇമാമിന്റെ പ്രഖ്യാപനം പുലരുകയാണ്. അങ്ങനെ എവിടെയും വൈജ്ഞാനിക സാരഥ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന മഹാനവറുകൾ പണ്ഡിതന്മാർ അവര് ജീവിക്കുന്ന നാട്ടിലും അവര് പ്രവർത്തിക്കുന്ന മേഖലയിലും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു സ്വാലിഹായ മനുഷ്യനെ കൊണ്ട് അയൽവാസികളായ 100 പേരുടെ ബലാഇനെ അല്ലാഹു തആല നീക്കുന്നതാണ്. ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്ന നിവേദനമാണ്. ഒരു സ്വാലിഹായ മനുഷ്യന്റെ സാന്നിധ്യം 100 അയൽവാസികളായ ആളുകളുടെ വിപത്തുകളെ തടുക്കുകയും ഖൈറുകൾ നൽകുകയും ചെയ്യുമെന്ന് ഇമാം തബറാനിയുടെ നിവേദനം കാണാം. എന്നതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ നിലകൊള്ളുന്ന സമൂഹത്തിന്റെ വേദനകൾക്ക് പരിഹാരമാണ്, വിഷയങ്ങൾക്ക് മുഴുവനും സമീപിക്കാവുന്ന കേന്ദ്രങ്ങളാണ്. അപ്പോഴാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അഥവാ മിസ്റിന്റെ ബോർഡറിൽ വൈദേശിക ശക്തികൾ കടന്നു വരാൻ നിൽക്കുന്നു. വിദേശികൾ ഇടിച്ചു കയറിയിട്ട് രാജ്യം തുറന്നാലോ അത് അറബ് രാജ്യങ്ങൾക്ക് മുഴുവനും ഭീഷണിയാണ്. ഷാഫി ഇമാം താമസിക്കുന്ന രാജ്യത്തിന് ഭീഷണിയാണ്, അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് അലക്സാണ്ട്രിയൻ അതിർത്തിയിലൂടെ വൈദേശിക പട്ടാളം കടന്നു വന്നാൽ രാജ്യത്തെ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ റിബാത്ത് എന്ന ഡിഫൻസ് ഫോഴ്സിലേക്ക് ബഹുമാനപ്പെട്ടവർ അതാ അതിർത്തി സംരക്ഷണ സേനയിലെ മെമ്പറായി മാറുന്നു. ഇമാമുന ശാഫിഈ കാർഗിൽ യുദ്ധത്തിന്റെ കാർമേഘം ഉരുണ്ടുകൂടിയപ്പോ സിവിലിയന്മാരെ പട്ടാളത്തിലേക്ക് എടുക്കുമെങ്കിൽ SYSന്റെ പ്രവർത്തകര് സന്നദ്ധരാണെന്ന് പറഞ്ഞത് ചരിത്രത്തിന്റെ നിദാനം വെച്ചുകൊണ്ടാണ്, അല്ലാതെ കേവലമായ ജാടയ്ക്ക് വേണ്ടിയല്ല. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് ഇവിടുത്തെ പൗരന്മാർ. വിശദീകരിക്കുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതാ ബോർഡറിൽ രാജ്യരക്ഷയ്ക്ക് വേണ്ടി തടുത്തു നിർത്താനുള്ള സേനയിൽ കിടക്കുന്നു. പക്ഷേ കേവലം പോയങ്ങ് കിടക്കുകയല്ല, അവിടെയും ആരാധനയിലാണ്, അവിടെയും വൈജ്ഞാനിക ചർച്ചയിലാണ്, അവിടെയും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധത്തിലാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എവിടെ ചെന്നാലും പ്രയോറിറ്റി ഇൽമിനാണ്, എവിടെ ചെന്നാലും പ്രാധാന്യം ഇൽമിനാണ്.
അപ്പോൾ ഒരിക്കൽ ഷാഫി ഇമാം തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ ഇൽമിനോടുള്ള താല്പര്യം നിങ്ങൾക്ക് എങ്ങനെയാണ്? അപ്പൊ മഹാനവറുകൾ പറയാണ്, ഒരു വിഷയം ഞാനിങ്ങ് കേട്ടാൽ, പുതിയൊരു വിവരം എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടാൽ ഞാൻ ആലോചിച്ചു പോകും, പടച്ചവനെ എൻ്റെ എല്ലാ അവയവങ്ങൾക്കും ഇത് കേൾക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മുത്തഅല്ലിമീങ്ങളെ, നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. നമുക്കിന്ന് ഉള്ള സബക്ക് പോലും കേൾക്കാനുള്ള സമയമില്ല. നമ്മൾ മൊബൈലിലാണ്, ഇന്റർനെറ്റിലാണ്, അന്താരാഷ്ട്ര ബിസിനസ്സിലാണ് കുറെ മുത്തഅല്ലിമീങ്ങൾ, ഞാനടക്കമുള്ള ആളുകൾ. അതിൽ നിന്ന് മാറി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും പഠിച്ചെടുക്കാനും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനും കിട്ടൂ. या रसूल अल्लाह दा नारा लगाओ गज गज के है तेरे आका पे पढ़ो सारे दुरूद रज रज के है या रसूल अल्लाह दा नारा लगाओ गज गज के गज गज के गज गज के है या रसूल अल्लाह दा ഇസ്ലാമിക് സീഡികളുടെ വിപുലമായ ശേഖരം ഫ്യൂച്ചർ ഗ്രൂപ്പ് ആൻഡ് മദീന മീഡിയ മർക്കസ് കോംപ്ലക്സ്, ബാബർ റോഡ്, കോഴിക്കോട്. ഫോൺ 9995997778 9605999900 944 7351 432.